ജിൻസിക്ക് വർക്കൊന്നുമില്ലേ? ഇല്ല സർ. അല്ല ഞാൻ അസിസ്റ്റ് ചെയ്യുമായിരുന്നു ഇവിടെ. ചെയ്യും, ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സാറേ ചുമ്മാ ഒരു പണിയാണ് കുത്തിരിക്കും. ജിൻസിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സർ? പുതിയ പ്രൊജക്റ്റ് എല്ലാം തരാനാണെങ്കിൽ വേണ്ട സാർ. ഞാൻ എനിക്ക് വയ്യാതെ. അതൊന്നുമല്ല. ജിൻസിയുടെ ഒരു കഴിവ് വെച്ചിട്ട് താൻ ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല. ശരിക്കും കുറച്ചൊരു ഹൈ പൊസിഷനിൽ ഇരിക്കേണ്ട ആളാണ്. എന്താണ് സർ, പ്രൊമോഷൻ വല്ലതും ആണോ? ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. പ്രൊമോഷൻ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറോ? എവിടേക്കാണ് സർ? ഹെഡ് ഓഫീസിലേക്കല്ലോ ആണോ? എന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് പോയി വരാമെന്നുള്ള അടുത്തല്ലേ. നീ ഇങ്ങനെ ഇരുന്നോ, എനിക്ക് പ്രൊമോഷനൊക്കെ കിട്ടി. സോറി, ട്രാൻസ്ഫർ ഒക്കെ കിട്ടി. ആ ഹെഡ് ഓഫീസ് അല്ല, റീജിയണൽ ഓഫീസ്, മംഗലാപുരം. എനിക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് വരാൻ പറ്റില്ല സർ? ആ വീട്ടിൽ പോയിട്ട് വരാം. അവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്താൽ നിനക്ക് ഡെയിലി വീട്ടിൽ പോയിട്ട് വരാം. എടി മണ്ടി, മംഗലാപുരം എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്. കാസർഗോഡോ? അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ സർ, ഇതുപോലെ ടാലന്റഡ് ആയിട്ട് ഒരാൾ വേണമെന്ന്. എനിക്ക് അത്ര ടാലന്റ് ഒന്നുമില്ല സാർ. സാറിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല സാർ. നീയാണോടാ പറഞ്ഞത്? പിന്നെ നിനക്കില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ്? അല്ല ജിൻസി, ഞാൻ തൽക്കാലം തന്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഓ സമാധാനം സാർ. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് സാർ, ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിച്ചോളാം സാർ. ഞാൻ ആലോചിക്കട്ടെ. സാർ ഇവിടെ നിന്ന് ആലോചിച്ചപ്പോ എന്തിനാ ക്യാബിന് പോയി ആലോചിക്കണേ? നീ ഒന്ന് സൂക്ഷിച്ചോ. സാറിന് ഒറ്റ കോള് മതി നിന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാൻ. സാറ് വെറുതെ ചുമ്മാ തമാശക്ക് പറയുന്നതായിരിക്കും. നീ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഈ മംഗലാപുരത്തേക്ക് കയറ്റിവിടാൻ മാത്രമുള്ള കഴിവൊക്കെ എനിക്ക് ഉണ്ടാവൂല്ലേ? എടി കുഴപ്പമില്ല, മംഗലാപുരത്ത് പോയ അടിപൊളിയാണ്. അവിടെ നിന്ന് ബാംഗ്ലൂർ പോകാൻ കുറച്ച് ദൂരം. ഒന്ന് പോടാ. മംഗലാപുരത്തോട്ട് ഞാൻ എന്തോ തേങ്ങ കാണിക്കാനാ? എനിക്ക് ലാംഗ്വേജ് പോലും അറിയത്തില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? അത് വെച്ച് കീച്ചിയാ മതി. ഇംഗ്ലീഷ് എഴുതിയിട്ട് അറിഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നീ ഇരുന്ന് നോക്കണ്ട. നിന്നെ സഹായിച്ചോണ്ടാണ് അങ്ങനെ ഇപ്പൊ ഈ പണി എനിക്ക് തരാൻ പോണത്. ഇനിയിപ്പോ എന്റെ ബാക്കിലോട്ട് കേറ് അല്ലേ? എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട്. ദുഷ്ടേ. സാർ അവള് ശരിക്കും പേടിച്ചു. ഇതുപോലെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ആവും. നേരത്തെ നമുക്ക് കുറച്ച് ധൃതി കൂടിപ്പോയി, അതാണ് പ്രശ്നം. ഇനിയിപ്പോ കാര്യങ്ങൾ നടന്നതിന് ശേഷം എല്ലാവരും ഇറങ്ങിയാൽ മതി. അല്ല സാർ, ഇനി എന്താ നമ്മുടെ ഭാവി പ്ലാൻ? പറയാം. ടോമേ, ഒന്നിങ്ങോട്ടൊന്ന് വരുമോ? ഇനിയുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഡയറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. ആരോടും ഒന്നും പറയുന്നുമില്ല, ചോദിക്കുന്നുമില്ല. എല്ലാവരും കാര്യം നടന്നു കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ടൈം. എന്നാലും സാർ ഒരു ചെറിയ ക്ലൂ. ഒരു ക്ലൂ ഇല്ല. കണ്ടോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ടോം ഉച്ചയ്ക്ക് ഫ്രീ ആണോ? നമുക്കൊന്ന് ബ്രാഞ്ച് ഓഫീസ് വരെ പോകണമായിരുന്നു. ബ്രാഞ്ച് ഓഫീസിൽ ഇപ്പൊ എന്തായാലും ഫ്രീ ആവും. അത് ശ്രീനി സാറേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീനി സാറും ടീമും ഉണ്ട്. നമുക്ക് പുതിയ വർക്കിന്റെ കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോമും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആവുമായിരുന്നു. കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. ഈ ഫയലും കൂടെ കയ്യിൽ വെച്ചു. അത് ഡിവോഴ്സ് വരുന്നില്ലേ? അല്ല, ഞാൻ വരുന്നുണ്ട്. ഞാൻ ഇത് കയ്യിൽ വെച്ച് ചിലപ്പോൾ മറന്നു പോകും. എനിക്ക് ക്രിസ്ത്യൻ അടുത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ വന്നോളാം. ശരി, ഞാൻ അവിടെ വരും. ഇവിടെ ഇപ്പൊ എന്താ നടന്നെന്ന് വല്ലതും മനസ്സിലായി? ടോമിന്റെ ബ്രാഞ്ച് ഓഫീസിലേക്ക് പോകാൻ പോകുന്നതേ ഞാനല്ല, ഞാനോ? അതെങ്ങനെ? സോറല്ലേ പറഞ്ഞു ഇപ്പൊ സോറ് പോകുന്നു. ഞാൻ ടോമിനോട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ശരിക്കും പോകാൻ പോകുന്നത് താനാണ്. അല്ല, ഞാൻ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ശ്രീനി സാറുണ്ട്. താൻ പ്രത്യേകിച്ച് വേറെ ചെയ്യാനും വേണ്ട. ഈ കൂടെ സ്റ്റാഫൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ രണ്ടും ഒരുമിച്ച് അങ്ങനെ പോകുമ്പോഴേ ഒന്നാമത്തെ കാര്യം നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും. പിന്നെ ഈ വർക്ക് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന്, ടീമാക്കി ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ ശ്രീനി സാറിന് ഞാൻ പറയിപ്പിച്ചോളാം. എങ്ങനെയുണ്ട്? സാറിന്റെ ഒരു ബുദ്ധി.